പക്ഷേ അപ്പോഴൊന്നും ഒരു പരാതിയില്ല എന്നത് തന്നെയായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാകുന്ന ഒന്ന്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് പ്രതികരണങ്ങൾ വരുമ്പോൾ അത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്, ഗൂഢാലോചനയുടെ ഭാഗമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു സമയത്ത് 3 മാസമായി ആരോപണം നേരിടുമ്പോൾ ഈ സമയത്ത് പരാതി നൽകുമ്പോൾ അതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയുടെ, പ്രത്യേകിച്ച് അടൂർ പ്രകാശിന്റെ പ്രതികരണം എന്നത് എപ്പോഴും ഇത്തരത്തിലുള്ള പരാതിക്കാരെ കണ്ടെത്താൻ CPM-ന് സാധിക്കും. CPM-ന് ഇപ്പോഴും അത്തരം പരാതിക്കാരെ കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് നേരത്തെയും ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണമാണ് വന്നത്. അതേസമയം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ളവർ അതിരൂക്ഷമായ വിമർശനമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉന്നയിക്കുന്നത്. എല്ലാവരെയും തള്ളിക്കളഞ്ഞുകൊണ്ട് താനാണ് കൂടുതൽ പ്രബലൻ എന്ന് വരുത്തി തീർക്കാനുള്ള PR പണി നടത്തി രാഹുൽ മാങ്കൂട്ടം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം. ഇത്തരത്തിൽ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ആണ് കോൺഗ്രസിനകത്ത് നിന്നുണ്ടാകുന്നത്. TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനകത്ത് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ പോലും ഷാനിമോൾ ഉസ്മാൻ പറയുന്നത് പോലെ വ്യക്തിപരമായ അല്ലെങ്കിൽ വ്യക്തികളുടെ പരാമർശങ്ങൾ എന്നതിനപ്പുറത്ത് സംഘടനയുടെ തീരുമാനം എന്താണോ അതാണ് ഔദ്യോഗികമായി കണക്കാക്കേണ്ടത് എന്ന് പറയുന്നു. ഇനി അതാണല്ലോ പ്രധാനപ്പെട്ടത്. അതായത് KPCCയുടെ അധ്യക്ഷൻ വളരെ കൃത്യമായി ഈ പാർട്ടിയുടെ നിലപാടെന്ത്, രാഹുൽ മാങ്കൂട്ടം MLA ആയി തുടരുന്നതിനോടുള്ള പാർട്ടിയുടെ നിലപാടെന്ത്, പാർട്ടി ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കുമോ, ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിനെ പ്രതിരോധിക്കാൻ പാർട്ടി ഔദ്യോഗികമായി തയ്യാറാകുമോ? പാർട്ടിക്കകത്ത് നിന്ന് തന്നെ വന്നിട്ടുള്ള ചില പരാതികൾ, അതായത് സജിനയെ പോലെയുള്ളവർ AICCക്ക് നൽകിയിട്ടുള്ള പരാതി, ആ പരാതി തിരിച്ച് KPCCയിലേക്ക് തന്നെയാണ് വരേണ്ടത്. കാരണം കേരളത്തിൽ നടന്നൊരു സംഭവമാണ്. അത്തരം വിഷയത്തിൽ പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കും? ഇങ്ങനെയൊരു ഔദ്യോഗികമായ മറുപടി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ സജിൻ? അഭിലാഷ്, നമ്മളിപ്പോൾ കേട്ട കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ഏറ്റവും ഒടുവിൽ വന്നത് അടൂർ പ്രകാശിന്റെ വാക്കുകളാണ്. ഒരുപക്ഷെ അടൂർ പ്രകാശിന്റെ വാക്കുകൾ UDF കൺവീനർ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കാണ് ഏറ്റവും പ്രാധാന്യം. അതായത് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇനി സ്വീകരിക്കാൻ പോകുന്ന നിലപാടിന്റെ കൃത്യമായ സൂചനയാണ് അടൂർ പ്രകാശ് UDF കൺവീനർ പങ്കുവച്ചത്. ഇതിൽ അടൂർ പ്രകാശ് പ്രതിരോധം രാഹുലിന് വേണ്ടി ഉയർത്തുന്നു എന്ന് മാത്രമല്ല, CPM-നെ കടന്നാക്രമിക്കുന്നത് കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ കാലത്തും ഇത്തരമൊരു കെണി ഒരുക്കൽ CPM നടത്താറുണ്ട്. അത്തരമൊരു കെണി തന്നെയാണ് ഈ യുവതിയുടെ ആക്ഷേപം എന്നതാണ് കോൺഗ്രസ് ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട്. അതാണ് അടൂർ പ്രകാശ് പറയുന്നത്. അങ്ങനെയെങ്കിൽ രാഹുലിനെതിരെ കൂടുതൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അത് കോൺഗ്രസിന്റെ പ്രതിരോധത്തിന്റെ വഴിയെന്ന് നമുക്ക് കരുതാം. നമുക്ക് മനസ്സിലാക്കാനാവുന്നത് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളുടെ കൂടിയാലോചനകൾ നടക്കുകയാണ്. അതിനിടയിൽ ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അല്പസമയം മുമ്പ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് കൃത്യമായൊരു മറുപടി നൽകിയിട്ടില്ല. ഒരു പക്ഷേ ഈ കൂടിയാലോചനകൾ നടക്കുന്നു എന്നതുകൊണ്ട് കൂടിയാവാം സണ്ണി ജോസഫ് അത്തരമൊരു മറുപടി പറയാത്തത്. എന്തായാലും ഈ വിഷയത്തിൽ CPM-ന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് യുവതിയുടെ പരാതി എന്ന നിലപാടെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിരോധമുയർത്തുന്നത്. അത് രാഹുലിനെ സംരക്ഷിക്കുക എന്ന നീക്കമല്ല പ്രധാനമായും ഉള്ളത്, മറിച്ച് കോൺഗ്രസ് അവർക്ക് സ്വയം സംരക്ഷണം തീർക്കുന്നു എന്ന സാഹചര്യമാണ്. കാരണം തെരഞ്ഞെടുപ്പാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരമൊരു നിലപാടെടുത്ത് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് കോൺഗ്രസ് അത്തരമൊരു നിലപാടെടുക്കുന്നത്. യുവതിക്ക് പിന്നിൽ CPM-ആണ്. ഈ പരാതി ഇപ്പോൾ വന്നതിന് പിന്നിൽ CPM-ന്റെ ഗൂഢാലോചനയാണ്. എല്ലാ കാലത്തും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM ഇത്തരമൊരു ആക്ഷേപം ഉന്നയിക്കുന്നു, ഇത്തരമൊരു ഇരയെ ഉന്നയിക്കാറുണ്ട് എന്ന വാദം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കത്തിന്റെ പ്രസക്തി. ഇനി രാഹുലിനെതിരെ കൂടുതൽ അച്ചടക്ക നടപടി അങ്ങനെയെങ്കിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. അതാവണം കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നീക്കമെന്ന് കൂടി കരുതാം. എന്തായാലും ഈ യുവതിക്ക് പിന്നിൽ CPM എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിരോധമാണ് കോൺഗ്രസ് ഇപ്പോൾ തീർക്കുന്നത്. അതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രതിരോധം. വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. ഒട്ടേറെ ആരോപണങ്ങൾ CPM-ന് നേരെ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം സജീവ ചർച്ചയാകുന്ന സാഹചര്യമുണ്ടാകുന്നു. മുന്നണിക്കകത്തെ ചില അസ്വാരസ്യങ്ങൾ അത് കഴിഞ്ഞ ദിവസം ലേബർ കോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. PM ശ്രീ പോലെയുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായി CPI-യെ പോലും അറിയിച്ചില്ല എന്ന് പറയുമ്പോൾ ലേബർ കോഡ് വിഷയത്തിൽ CITU-വിനെ പോലും അറിയിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അങ്ങനെ സർക്കാരുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല വിഷയം തന്നെയാണ്. അതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കുക എന്ന ഒരു അജണ്ടയാണ് ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കുന്നത്, അല്ലെങ്കിൽ CPIM നടപ്പിലാക്കുന്നത്.
ഇതിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രതിരോധം അതായിരിക്കും വരും മണിക്കൂറുകളിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുക. അതിനപ്പുറത്ത് രാഹുൽ ഇപ്പോൾ കോൺഗ്രസിന്റെ അംഗമല്ല, അതുകൊണ്ട് തന്നെ നിയമ നടപടി തുടരട്ടെ. ഈ ഒരു സ്റ്റാൻഡിലേക്ക് നേതൃത്വം പോകും. അങ്ങനെയല്ലേ നമുക്ക് വിലയിരുത്തേണ്ടതായി വരുന്നത് സജിത്ത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുക എന്നതിനപ്പുറം കോൺഗ്രസിന് ഈ രാഷ്ട്രീയ പ്രതിസന്ധിയെ നേരിടേണ്ടതുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ നിലപാടെടുക്കുന്നത്. ഒരുപക്ഷെ രാഹുലിന് അനുകൂലമായ നിലപാട് കോൺഗ്രസിലെ പല നേതാക്കൾക്കുമില്ല. പക്ഷേ ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമായതുകൊണ്ടാണ്. ഒരുപക്ഷെ ഒരു മാസം മുമ്പാണ് ഇത്തരമൊരു പ്രതിസന്ധിയെങ്കിൽ കോൺഗ്രസ് ഇതിനേക്കാൾ വ്യക്തം ഒരു നിലപാടെടുത്തേക്കുന്നതിനെ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരമൊരു നിലപാടെടുക്കുന്നതിന് പിന്നിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വെറും 9 ദിവസമാണ് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന്, അല്ലെങ്കിൽ 2 ആഴ്ച മാത്രമാണ് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ളത്. അതിനിടയിൽ ഇങ്ങനെ ഒരു ആക്ഷേപം വരുമ്പോൾ ഇത്തരമൊരു പ്രതിരോധം ഉയർത്തുന്നതാണ് മെച്ചപ്പെടുന്ന രീതി. അതല്ലെങ്കിൽ മറ്റൊരു സാധ്യതയില്ല എന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസ് ഇത്തരമൊരു നിലപാടെടുക്കുന്നത്. അതായത് ഈ നീക്കത്തിന് പിന്നിൽ CPM ആണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി അടക്കം നേരിടേണ്ടി വന്ന രാഷ്ട്രീയ ആക്ഷേപങ്ങളെ ഈ വിഷയത്തിലേക്ക് കൂട്ടിക്കെട്ടിക്കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഇന്നലെ മുതൽ ആ ചർച്ചയും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് നേതാക്കളും ഉന്നയിക്കുന്ന അതാണ്, എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CPM നീക്കം നടത്താറുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇത് എന്നതാണ്. ഒരുപക്ഷെ അടൂർ പ്രകാശിൻ്റെ ചില പരാമർശങ്ങളൊക്കെ മറ്റു ചില വിവാദങ്ങൾക്ക് പോലും ഇടവെച്ചേക്കാം. കാരണം ഇതൊരു കെണിയാണ്, CPM ഉണ്ടാക്കിയ കെണിയാണ് എന്ന് ആ യുവതിയുടെ അവരുടെ വ്യക്തിത്വത്തെ പോലും ഒരുപക്ഷെ ചോദ്യം ചെയ്യുന്ന നിലപാടിലുള്ള ഒരു പ്രസ്താവനയാണോ ഈ UDF കൺവീനറിൽ നിന്നും ഉണ്ടായത് എന്ന് പോലും ഒരു ആക്ഷേപമായി ഉയർന്നു വന്നേക്കാം. ആ തരത്തിലുള്ള നീക്കം കൂടിയാണ് നടക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച ആ യുവതിക്ക് പിന്നിൽ CPM ആണ്, ഇത് CPMന്റെ കെണിയാണ് എന്ന് വാദം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിരോധത്തിന് കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ അത് മറ്റു ചില വിവാദങ്ങൾക്ക് കൂടി വഴിവെച്ചേക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്തായാലും കോൺഗ്രസിന്റെ പ്രതിരോധം അങ്ങനെയാണ്, ഇത് CPM കെണിയാണ്. സജിത്ത് ഈ സൂചിപ്പിക്കുന്ന പോലെ CPM-ലേക്ക് ചാരുക, CPIM ആണ് ഇപ്പോൾ ഈ പരാതിക്ക് പിന്നിൽ. അത് കോൺഗ്രസ് എടുത്തു പറയാൻ പോകുന്നത്, നേരത്തെ ഈ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. ആ അന്വേഷണ സംഘം പലരുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോഴൊന്നും ഒരു പരാതി ഉണ്ടായില്ല. ഇപ്പോൾ വന്നിട്ടുള്ള അതിജീവിതയടക്കം അന്ന് പരാതിപ്പെടാത്തത് എന്തുകൊണ്ട്? മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുന്ന പശ്ചാത്തലം എന്ത്? അവിടെയാണ് ഈ കെണിയൊരുക്കൽ എന്നൊരു പ്രയോഗത്തിലേക്ക് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാം. പക്ഷെ സജിത്ത്, അതേ സമയത്ത് തന്നെയാണല്ലോ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ളവർ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്, ദീപ്തി മേരി വർഗീസിനെ പോലെയുള്ളവർ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ രാഹുലിനെ തള്ളിപ്പറയുന്നവർ, രാഹുലിന് എതിരായ ആരോപണങ്ങൾ ശരിയാണ് എന്ന നിഗമനത്തിലേക്ക് എത്തുന്നവരുമുണ്ട്. ആ പ്രതിസന്ധിയെ കോൺഗ്രസിനെ ഇനി എങ്ങനെ മറികടക്കാൻ സാധിക്കും? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കേഡർ പാർട്ടി സംവിധാനത്തിലൂടെ അല്ല പോകുന്നത്, ഒരു സെമി കേഡറാക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നു എന്ന് നേരത്തെ KPCC അധ്യക്ഷൻ പറഞ്ഞതാണ്. പക്ഷേ കോൺഗ്രസിലെ നേതാക്കളുടെ വായടപ്പിക്കുക എന്നത് ആ സംഘടനാ സംവിധാനത്തിന് സാധ്യമാകുന്ന ഒന്നല്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം എതിരഭിപ്രായങ്ങളെ മറയ്ക്കുക അല്ലെങ്കിൽ മൂടി വെക്കുക എന്നതും കോൺഗ്രസിന് പ്രയാസകരമാകില്ലേ? അഭിലാഷ, ഈ വിഷയത്തെ നമ്മൾ രണ്ടായി കാണണം. അതായത് രാഹുലിന് പിന്തുണ നൽകുകയല്ല അടൂർ പ്രകാശിന്റെ വാക്കുകളിലൂടെ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മറിച്ച് തൻ്റെ മുന്നണിക്ക് കൺവീനർ എന്ന രീതിയിൽ ഒരു പ്രതിരോധം തീർക്കാനാണ് അടൂർ പ്രകാശ് ശ്രമിച്ചിരിക്കുന്നത്. ഇത് മുന്നണിയും ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയും പൊതുവിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാടാണ്. ഒരുപക്ഷെ ഇനി സംസാരിക്കാൻ പോകുന്ന KPCC പ്രസിഡന്റ് ആവട്ടെ, പ്രതിപക്ഷ നേതാവട്ടെ, അവർ ഇതിന് പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചന മുന്നോട്ട് വയ്ക്കും. എന്നാൽ രാഹുലിന് പ്രതിരോധം തീർക്കാൻ തയ്യാറാവുകയുമില്ല. ഇതായിരിക്കും അവരുടെ നിലപാട്. അതായത് രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ആ നിലപാട് തന്നെ എടുക്കുന്നവരുമുണ്ടാവും. ചിലരത് പരസ്യമായി പറയാം, ചിലർ അത് പരസ്യമായി പറയാതിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിൽ, അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന വാദം ഉയർത്തുക തന്നെയായിരിക്കും ചെയ്യുന്നത്. അത് രാഷ്ട്രീയമായി UDF-നും കോൺഗ്രസിനും ഉയർത്തേണ്ടി വരുന്ന ഒരു പ്രതിസന്ധിയാണ്, അല്ലെങ്കിൽ ഒരു പ്രതിരോധമാണ്. അതാണ് അവർ മുന്നിൽ കാണുന്ന കാര്യം. പക്ഷേ ഇതൊരു കൈവിട്ട കളിയാകുമോ എന്ന പ്രതിസന്ധി കൂടി കോൺഗ്രസിനും UDF-നും മുന്നിലുണ്ട്. കാരണം യുവതി, അവരുടെ വ്യക്തിത്വം, അവരുടെ പരാതി, അതിന് പിന്നിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് വാദം ഉന്നയിക്കുന്നതിനോടുകൂടി ആ യുവതിയെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിരോധം തീർക്കലാണ് കോൺഗ്രസും UDF-ഉം ശ്രമിക്കുന്നത്. അതൊരു പക്ഷേ പൊതുവാദത്തിൽ, പൊതുജനമധ്യത്തിൽ എത്ര കണ്ട് അംഗീകരിക്കപ്പെടുമെന്നൊരു പ്രതിസന്ധി കൂടി കോൺഗ്രസിന്
മുന്നിലുണ്ട്. എന്തായാലും ആ വെല്ലുവിളി ഏറ്റുകൊണ്ടുള്ള ഒരു പ്രതിരോധം തീർക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെയും UDF-ന്റെയും ശ്രമം. അതാണ് UDF കൺവീനറുടെ വാക്കുകളിലുള്ളത്. അല്പം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്, ഒരു വ്യക്തത വരാനുണ്ട്. എന്തു പറയും KPCC പ്രസിഡന്റ്, എന്തു പറയും പ്രതിപക്ഷ നേതാവ് എന്ന കാര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപണത്തിൽ ഉന്നയിച്ചുകൊണ്ട് തന്നെയുള്ള പ്രതിരോധം തീർക്കലായിരിക്കും ഉണ്ടാവുക. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിരോധം തീർക്കാൻ അവർ നേരിട്ട് തയ്യാറായേക്കുമില്ല. തീർച്ചയായും